ഹലോ നമസ്കാരം, ചിക്കു ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കൂണ് വെച്ചിട്ട് നമുക്ക് പലവിധ കറികളും ഉണ്ടാക്കാം. വറുത്തരച്ച് വെക്കാം, തോരൻ വെക്കാം, അങ്ങനെ പല രീതിക്കും നമുക്ക് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അച്ചാച്ചന് കുറച്ച് കൃഷി സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായതാണ്. അപ്പം നമുക്ക് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. ശരിക്കും വിരിഞ്ഞിട്ടില്ല, വിരിഞ്ഞ് വരുന്നതേ ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കും, ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത്. മണ്ണൊക്കെ ആയത് കാരണം നല്ലോണം നമ്മൾ ക്ലീൻ ചെയ്ത് ഇത്രയും ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പറഞ്ഞ മാതിരി ചിരണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്, എന്നാലും ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ക്യാമറ പിടിച്ചിരിക്കുന്ന നമ്മുടെ ചിക്ക് വേണ്ട വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചിക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ചിക്ക് ക്യാമറ പിടിച്ചിരിക്കുന്നുണ്ട്. ക്യാമറ ചെറുതായിട്ട് അനങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുഞ്ഞിക്കൈ അല്ലേ. അപ്പോൾ അവളാണ് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഫുള്ള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ക്ലീനാക്കി എടുത്തു. നമുക്കത് അരിഞ്ഞെടുക്കണം. അത് ചെറുതായിട്ട് നമ്മൾ തോരൻ വെക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ സൈസിൽ ഇത് അരിഞ്ഞെടുക്കണേ. അപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല തിക്നെസ് ഉണ്ട്, നല്ലപോലെ ഉണ്ട് കേട്ടോ. ഇത് വല്ലാതെ അവിഞ്ഞ് പോകത്തില്ല. എന്താണെന്ന് വെച്ചാൽ മുട്ട് കൂണായത് കാരണം വിരിഞ്ഞ് വരുന്നതായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഇനി കുറച്ച് നേരം ഇത് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കണേ. നല്ലോണം മഞ്ഞൾ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് 3-4 പ്രാവശ്യം നമ്മൾ നല്ലോണം ഉലച്ച് കഴുകി എടുക്കണം കേട്ടോ. നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകി എടുക്കണം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇനി. അപ്പം പച്ചമുളക്, ചെറിയ ഉള്ളി, പെരുംജീരകം, തേങ്ങ, ഇച്ചിരി ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ അതിന് നമ്മൾ വിറകടുപ്പിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ഉരുളി അടുപ്പിൽ വെച്ചു. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. എണ്ണ ചൂടായോ വരുന്നുണ്ട്. നല്ല തീയൊക്കെ കത്തുന്നുണ്ട്. അപ്പം അമ്മയും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അമ്മയുണ്ടോ ചെയ്യുന്നത്. കടുകിട്ട് കൊടുത്തേ. കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുകിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ജീരകവും ചെറിയുള്ളിയും കൂടെ ചേർത്തത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാണ്. കൈപ്പത്തി താഴോട്ട് വെച്ചിട്ടുണ്ട്. ഇതില്ലായിരുന്നു, ഞാനത് കഴുകിയെടുത്തിട്ട് വന്നിട്ട് പിന്നെ ഇളക്കിയിട്ട് ഇനി കൂണും കൂടെ അതിനകത്തേക്ക് ഇട്ടു. അപ്പം ഞാൻ അത് കഴുകാൻ പോയ നേരത്തിന് കൂണും കൂടെ അതിനകത്തേക്ക് ഇടാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് മുഴുവൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി അങ്ങനെ മുഴുവനായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊത്തി വെക്കാം. ഒന്ന് അമുക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. കുറച്ച് നേരം ആവട്ടെ. അപ്പോൾ ഇത് ഇത്രയും വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും അല്ല, ഇനി കുറച്ച് നേരം കൂടി നമുക്കിത് നല്ല എണ്ണയിൽ വെച്ചിട്ട് നല്ല ചുമന്ന കളറായി വരുന്നവരെ നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഒന്നും കൂടി വേണ്ട, ഇത്രയും ആയിട്ടുണ്ട്, ഈ പരുവമായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതുണ്ട് നല്ല ഇതിപ്പോൾ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് വെട്ടമൊക്കെ കുറവായതുകൊണ്ട് അതുകൊണ്ട് നല്ല ചുമന്ന് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് വെക്കാം കേട്ടോ. ഇതായാലും ഉണ്ടാവും ഇപ്പോൾ നല്ല റെഡി, നല്ല വിട്ട് നല്ല ഇതായിട്ട് നല്ല ക്രിസ്പി ആയിട്ടില്ല എന്നാലും കണ്ടോ നല്ല കറക്റ്റായിട്ട്. ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വരേക്കും എല്ലാവർക്കും